ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓരോ ദിവസം എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ദൈവമക്കളുടെ പരമാർത്ഥമായ ഹൃദയത്തെ ഒന്ന് ഓർപ്പിച്ച് ഉണർത്താൻ പറ്റണമെങ്കിൽ സ്ഥിരമായിട്ട് വർഷങ്ങളായി നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പാസ്റ്റർ ഇവിടെ വർഷങ്ങളായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാനും ഏതാണ്ട് 8-10 വർഷത്തോളം ഞാനും ആയി തുടങ്ങി, ഇത്രയൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അത് കേട്ട് നിങ്ങളും അടുത്ത് തുടങ്ങി. ഞങ്ങൾ പറയുമ്പോൾ തന്നെ അടുത്ത വാചകം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരികയൊക്കെ ചെയ്യും, ഇനി പറയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷേ അതൊക്കെ വിട്ട് ഒരു പുതുമയോടെ പ്രസംഗിക്കണമെങ്കിൽ ദൈവമക്കൾ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ കഴിയുന്നത്ര റിപ്പീറ്റേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ അത് റിപ്പീറ്റേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് പഴയ രീതിയിൽ ഞാൻ പ്രസംഗിക്കാറില്ല. പണ്ടൊക്കെ എനിക്ക് പുസ്തകത്തിൽ എഴുതി വെച്ച നോട്ട്സ് എടുത്ത് വീണ്ടും പ്രസംഗിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഓരോ പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥിച്ച് ഒരു ദൂത് കിട്ടിയതിന് ശേഷമേ പ്രസംഗിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കില്ല എന്നുള്ളൊരു ചിന്തയാണ്. എന്നാലും ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്ന ദൂതുകളെന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു ദൂത് കിട്ടിയാൽ അത് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അത് ആത്മാവിൽ ബലപ്പെടുത്തും. പക്ഷേ ഒരു 6 വർഷം മുമ്പ് നമ്മുടെ സഭയിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു 6-7 വർഷം മുമ്പ്, 6 വർഷം മുമ്പെന്ന് വേണമെങ്കിൽ പറയായിരുന്നു. അന്നത്തെ സഭ ഇന്നത്തെ സഭയും തമ്മിൽ എനിക്ക് ഭയങ്കര വ്യത്യാസമാണ്. ഞാൻ വന്ന് ഒരു 1-2 മാസങ്ങൾ കഴിഞ്ഞോട്ട് നമ്മുടെ സഭയുടെ അന്തരീക്ഷം ഭയങ്കര വ്യത്യാസം എനിക്ക് തോന്നിയായിരുന്നു, ഫീൽ ചെയ്തു തുടങ്ങി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭയിൽ ഒരു വചനം ശുശ്രൂഷിച്ച് കഴിഞ്ഞാൽ അത് ദൈവജനം മുഴുവൻ ഏറ്റെടുക്കും, ആത്മാർത്ഥമായി സ്വീകരിക്കും. ആ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് വളരെ അത്ഭുതങ്ങൾ നടക്കുകയായിരുന്നു. അതേപോലെ ദൈവമക്കൾക്ക് ഒരു ആത്മാർത്ഥത ഭയങ്കരമായിരുന്നു. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ദൈവസഭയെ വന്നെങ്കിൽ സാക്ഷ്യം പറയും. ദൈവസഭയെ വന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭ ഏറ്റെടുത്ത് ഒരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞ് വിറ്റത്താഴ്ച വന്നിട്ട് പറയും സഭയുടെ പ്രാർത്ഥന മൂലം അത് അങ്ങനെ നടന്നു, അത്ഭുതം നടന്നു എന്ന് പറയുന്ന ഒരു സാക്ഷിയൊക്കെ ആയിട്ട് ഒരു ജീവനുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു ദൈവസഭയിൽ. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവസഭയുടെ പ്രാർത്ഥന ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ദൈവസഭയുടെ അധികാരം നഷ്ടപ്പെട്ട് കിടക്കുക. അധികാരത്തിൻ്റെ ശുശ്രൂഷകൾ വീണ്ടും വരണമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. എങ്കിൽ മാത്രമേ സഭയ്ക്കൊരു വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ആ കാലത്തൊക്കെ ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഈ സഭയോട് ഭയങ്കര വലിയ സ്നേഹമാണ്. ഇതുപോലൊരു സഭ എന്നും പോകണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഫീൽ ചെയ്യുന്നുണ്ടാവും, ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മടങ്ങി വരണം. ഞാനത് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓർമ്മപ്പെടുത്തിയ ഒരു തിരുവചന ഭാഗം ചിന്തിച്ച് പെട്ടെന്ന് നിർത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. സക്രിയാവിൻ്റെ പുസ്തകം എടുക്കാം, 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. സക്രിയ പ്രവചന പുസ്തകം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. ഒന്നുകൂടെ വായിക്കാം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. എന്ത് ദൂത് പറയണമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ആവശ്യം മറ്റൊന്നുമല്ല, ഒന്ന് ഉണർത്തുന്നത് പോലെ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ തന്ന ദൂത് ഇതാണ്, ഉണർത്താൻ പറഞ്ഞു. ഉണർന്നാൽ മാത്രമേ വലിയ വിജയമുള്ളൂ. ശരിയാണോ? ഉണർന്നാൽ ഭയങ്കര വിജയമാണ്. പത്രോസിൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുകയാണെങ്കിൽ തട്ടി ഉണർത്തി കഴിഞ്ഞപ്പോൾ ബന്ധനം അഴിഞ്ഞുപോയി. കൈകളിലെ ബന്ധനം അഴിഞ്ഞുപോയി, കാലിലെ ചങ്ങല അഴിഞ്ഞുപോയി, തടസ്സമുണ്ടായിരുന്ന വാതിലുകളൊക്കെ തുറന്നു വന്നു. ഉണർത്തിക്കഴിഞ്ഞാൽ വലിയ ജയമാണ്. നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ഉണർന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ബന്ധനങ്ങൾ, ആത്മീക മന്ദതകൾ ഇതെല്ലാം മാറി നമ്മൾ വീണ്ടും പുറത്തു വരും, ആരാധനയിലേക്ക് പുറത്തു വരും. പത്രോസ് പുറത്തു വന്നത് ആരാധന നടക്കുന്നിടത്തേക്കാ. ഒരു പുറത്തേക്കൊന്ന് വരാനുണ്ട്. നമ്മൾക്കൊന്ന് ഉണർത്തപ്പെട്ട് കഴിഞ്ഞാൽ വലിയ വിജയമാണ് കിട്ടുന്നത്. ഏലിയാവിന് തട്ടി ഉണർത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ബഹുദൂരം ഓടാൻ പറ്റുക. ഒന്നും കൂടെ പറഞ്ഞ വെറുതെ ഉള്ളൊരു ഓട്ടമല്ല. 7 കുതിരകൾ വലിക്കുന്ന വലിയ രഥമാണ് ആഹാബിനുള്ളതെന്ന് പറയുന്നത്. 7 കുതിരകൾ ഒരുമിച്ച് ഓടുന്നത്, അതായത് 7 HP ഉള്ള ഒരു വണ്ടി ഓടുന്ന സ്പീഡാന്ന് പറയുന്നത്. 7 HP 7 ഹോഴ്സ് പവർ. അത്രയും സ്പീഡിൽ പോകുന്ന ആ വണ്ടിക്ക് രഥത്തിന് മുമ്പേ ഓടാൻ കഴിയുന്ന, അപ്പോൾ ചുരുങ്ങിയത് 8 ഹോഴ്സ് പവറെങ്കിലും ആർക്ക് വന്നിട്ടുണ്ട്? ഇപ്പോൾ ഏലിയാവിന് വന്നിട്ടുണ്ട്. ഒന്ന് ഉണർത്തി കഴിഞ്ഞാൽ ലഭിക്കുന്ന ശക്തി അത്ര വലുതാ. ഉറങ്ങുമ്പോൾ നമ്മുടെ ശക്തി ബലഹീനമാ. ശരിയാണോ? ഉറങ്ങുമ്പോൾ നമ്മുടെ ശക്തി ക്ഷയിച്ചു പോയത്. നമുക്കറിയാം, ശിംശോൻ ഉറങ്ങിയപ്പോൾ ശക്തി പോവുകയാണ്. ആ ഉറക്കത്തിലാണ് മുഴുവൻ പോയത്, നഷ്ടപ്പെട്ടു പോയത്, ബലഹീനപ്പെട്ടു പോയത്. നമുക്ക് പറ്റിയിരിക്കുന്ന ബലഹീനത മാറാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. തട്ടി ഉണർത്തുന്ന പാസ്റ്റർ പാട്ടുണ്ട്, മുട്ടി വിളിക്കുന്നു തട്ടി ഉണർത്തുക എന്ന് പറഞ്ഞു. ഞാനത് ഇടയ്ക്ക് പറയാറുണ്ട്. അത് നല്ലൊരു പാട്ടാണ്.
അത് വളരെ അത്യാവശ്യമായൊരു പാട്ടാണ്, ആത്മാവിൽ പാടിയൊരു പാട്ടാണ്, അത് ദേവദാസൻ പാടിയതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യം ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ വരുന്ന മാറ്റം ഇന്ന് നമ്മൾ കൊതിക്കണം. കർത്താവേ എന്നെ ഉണർത്തണം, നമ്മുടെ സഭയെ ഒന്ന് ഉണർത്തണം. ആ ഉണർത്തി കഴിഞ്ഞാൽ ലഭിക്കുന്നത് വലിയ മാറ്റങ്ങളാണ്. ഇനിയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഉറക്കമുണർന്നൊരു മനുഷ്യനുണ്ട്, യാക്കോബ്. ഉറക്കമുണർന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് വലിയ ദർശനമാണ്. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അറിഞ്ഞില്ല. ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് വിവരങ്ങൾ മനസ്സിലാകുന്നത്, ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഈ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഓർക്കാനായിട്ട് കഴിഞ്ഞു. സത്യം അത് ഉണർന്നാൽ മാത്രമേ ദൈവസാന്നിധ്യം എന്താണെന്ന് പോലും മനസ്സിലാവുകയുള്ളൂ. ദൈവസാന്നിധ്യത്തിൻ്റെ കൃപ ലഭിക്കണമെങ്കിൽ ഉണർന്നേ പറ്റുള്ളൂ. ദേവദാസ് സാക്ഷ്യം പറയുമ്പോഴും പറഞ്ഞത് എന്താ, ഒരു പ്രവാചകൻ കിടന്ന് ഉറങ്ങുക. എവിടെ കിടന്ന്? കപ്പലിൻ്റെ അടിത്തട്ടി കിടന്ന്. എന്താ കാരണം? ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയതാ. ദൈവദൂതിൽ നിന്ന് മാറിപ്പോയി അകന്നു പോകുമ്പോഴാണ് ഈ ഉറക്കം വരുന്നത്. അപ്പോൾ ഇനി പറയാൻ കഴിയുന്നത് ഉറങ്ങാനുള്ള കാരണം പറയാം. എന്താ ഈ ഉറക്കം വരുന്നതിന് കാരണം? ഒന്ന്, സന്ധ്യ ആയതുകൊണ്ടാണ് ഉറക്കം വരുന്നത്. ഇരുട്ട് വന്നപ്പോൾ, ഇരുട്ട് വരുമ്പോഴല്ലേ നമ്മൾ ഉറങ്ങുന്നത്. രാത്രിയായി ഒന്ന് ഉറങ്ങണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങുക. ഇരുട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, അന്ധകാരം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, അന്ധകാരമാണ് നമ്മളെ ഉറക്കുന്നത്. ഈ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചത്. കാരണം എന്താ? നമ്മളിനി ഉറങ്ങിയിരിക്കാനുള്ളതല്ല, ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. പുരോഹിത ശുശ്രൂഷയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ രാജകീയ പുരോഹിത ശുശ്രൂഷ നമുക്കുണ്ട്. ആ ശുശ്രൂഷയുടെ ദൗത്യത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഉണർന്നേ പറ്റൂ. അപ്പോൾ പക്ഷേ നമ്മുടെ അടുത്തെന്ത് സംഭവിക്കുന്നത്? അന്ധകാരം നമ്മെ സ്വാധീനിക്കുകയാണ്. അന്ധകാരം സ്വാധീനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മെ സ്വാധീനിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ പിശാച് നമ്മെ ഒന്നുകൂടെ വഴിതെറ്റിക്കുകയാണ്. പിശാചിൻ്റെ സാന്നിധ്യമല്ല വേണ്ടത്, ദൈവ സാന്നിധ്യം നമ്മുടെ അടുത്ത് വന്നാൽ നമ്മുടെ ഉറക്കം മാറും. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ കാരണം രണ്ട്, ബലഹീനതയാണ് ഉറക്കം ഉണ്ടാകുന്നത്. ശരീരം, ആത്മാവോ ഒരുക്കമുള്ളത്, ശരീരമോ. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. ഒരു ബലഹീനത വന്ന, ബലഹീനത എന്നൊക്കെ പറഞ്ഞ പെന്തക്കോസ്തർക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്. എന്തോ ഒരു കാര്യത്തിലൊക്കെ ചെറിയ ബലഹീനത വന്നിട്ടുണ്ട്. കോപം നിയന്ത്രിക്കാനേ പറ്റുന്നില്ല. എനിക്കൊരു വൈരാഗ്യം വരിക, പിണക്കം വരിക, ആരോടും പിണങ്ങണ്ടെന്നൊക്കെ തീരുമാനം എടുക്കും. പക്ഷെ വീണ്ടും പിണങ്ങി പോവുക. എന്താ കാണുമ്പോൾ എനിക്കൊരു അലർജി വരിക, എനിക്കൊരു വെറുപ്പ് വരിക കയറുക. ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ ബലഹീനതകളാണ്. കൃപയെ വന്നിട്ടും ബലഹീനത മാറുന്നില്ല. ഈ ബലഹീനത വന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? ഉറങ്ങിപ്പോവും. ബലഹീനത വന്നാൽ ഉറങ്ങുമോ? ബലഹീനത വന്നാൽ ഉറങ്ങും. പിന്നെ ഉറങ്ങുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അലസതയാണ് ഉറക്കം വരുത്തുന്നത്. ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇരുന്ന് ബോറടിച്ചു തുടങ്ങി. ഈ ഇരുന്ന് ഉറക്കം തൂങ്ങി അങ്ങ് ഉറങ്ങിപ്പോയി. നമ്മുടെ ദൗത്യം മറക്കുക. ശിംശോനെ നീ ദൗത്യം മറന്നു. കിട്ടിയ കംഫർട്ട് സോൺ കിട്ടും തോറും നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ ഇതെല്ലാം മറന്ന് അലസത കൂടി വന്ന് നമ്മൾ ഉറങ്ങും. ഞാൻ പല കാരണങ്ങൾ കിടക്കുക. ഈ ഉറക്കത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ വരുന്ന പരാജയങ്ങൾ വളരെ വലുതാണ്. ശത്രു വന്ന് ബന്ധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലുത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഉറങ്ങിക്കഴിഞ്ഞാൽ ശത്രു വന്ന് കെട്ടിയിടും. ഉണർന്നിരിക്കുമ്പോൾ ശത്രു നമ്മളവിടെ കീഴടക്കാൻ കഴിയുന്നില്ല. ഉറങ്ങുമ്പോഴാണ് നമ്മളെ വന്ന് ആക്രമിക്കുന്നതും കീഴടക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതാണ് ശത്രുവിൻ്റെ തന്ത്രം തന്നെ. നമ്മെ എങ്ങനെയും മയക്കിയിട്ട് ആണോ? ഒരു ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ ആളെ മായ്ക്കണം. ജീവനോടെ നല്ല ബോധ്യത്തോടെ ഉണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ് പോകും. കത്തി ഒന്ന് വരയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഓടും. ഒരു ചവിട്ടും കൊടുക്കും, ഡോക്ടർക്ക് ഒരു ചവിട്ടും കൊടുക്കും, ഒരു ഓട്ടം ഓടും. അതേസമയം അതിന് മയക്കിയിട്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്നറിയാം, എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ശത്രുവിനെ അറിയുന്ന ഏറ്റവും വലിയ തന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് മയക്കിയിടുകയാണ്. ഇനി ഞാനൊന്ന് പറയാം. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ ഒരു വലിയ ഗാഠനിദ്ര കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? വാരിയെല്ലാം ഒന്ന് ഊരിയെടുത്തു. അപ്പോൾ നന്നായി ഉറങ്ങിപ്പോയ ചിലത് നഷ്ടം വരുന്നർത്ഥം. മനസ്സിലായോ? ഈ ഉറക്കമൊന്ന് കൂടി ഗാഠനിദ്ര വന്നു കഴിഞ്ഞാൽ ചിലത് നഷ്ടം വരും. എന്താ നഷ്ടം വരുന്നത് വെച്ചാൽ കുടുംബ ബന്ധത്തിൽ പ്രശ്നം വരും. കുടുംബ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആത്മീകമായി എന്തോ ഉറക്കം സംഭവിച്ചതുകൊണ്ടാണ് കുടുംബ ബന്ധത്തിൽ പ്രശ്നമായിട്ടുള്ളത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നം വരാൻ കാരണം എന്താ? ഉറക്കം. ആ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എന്തോ കൃപ നഷ്ടപ്പെട്ടു പോയി. എന്താ? ആത്മീകമായ ഉറക്കം കൊണ്ടാണ് ദുഷ്ടം പ്രവർത്തിക്കുകയാണ്. ചില സന്തോഷം പോയി എടുത്തു കളഞ്ഞു, ചിലതൊക്കെ എടുത്തു കളഞ്ഞു, സമാധാനം എടുത്തു കളഞ്ഞു, സ്വസ്ഥത എടുത്തു കളഞ്ഞു. ഏറ്റവും വലിയ പ്രശ്നം ശത്രു എടുത്തു കളയുന്ന കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഐക്യത പോണതാണ് പ്രശ്നം. ശരിയാണോ? ഐക്യമത്യം മഹാബലം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്.
ഈ ഐക്യത പോയി കഴിഞ്ഞാൽ ബലം പോയി എന്നർത്ഥം. ദൈവസഭയ്ക്കും ഐക്യത നഷ്ടപ്പെട്ടാൽ സഭയുടെ ബലം പോയി, ദൈവസഭയുടെ ശക്തി പോയി, പവർ പോയി. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വരേണ്ട, പുതിയ വർഷത്തിൽ വരേണ്ട ഏറ്റവും വലിയ കാര്യം ഭയങ്കര ഒരു ഐക്യം വരണം, ഭയങ്കര ഒരു താല്പര്യവും ഒരു സ്നേഹവും എല്ലാ കുടുംബങ്ങളും തമ്മിൽ വരണം, ഒരു ഭയങ്കര അടുപ്പം വരണം. എൻ്റെ കുടുംബം എൻ്റെ സഹോദരനാ, എൻ്റെ അനിയനാ, എൻ്റെ ചേട്ടനാ എന്ന് തോന്നുന്ന ഒരു വലിയ ബന്ധം വന്നിട്ട് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വീണ്ടും ഒന്ന് വന്നാൽ ഞാൻ പറയട്ടെ, വലിയ ഒരു മാറ്റം സംഭവിക്കുന്നത്. ശത്രു നമ്മളെ ഉറക്കിയിട്ട് എടുത്തു കളഞ്ഞത് ഐക്യതയാണ്. അപ്പോൾ നമുക്ക് ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഐക്യത വരാൻ പറ്റും. ഉണർന്നു കഴിഞ്ഞാൽ പരസ്പരം അവിടെ ഒന്നുമില്ല സ്തോത്രം എന്ന് പറഞ്ഞൊരു പ്രൈസ്തലോട് കൊടുക്കുമ്പോൾ തന്നെ അതിനൊരു വ്യത്യാസം വരും. അപ്പോൾ ഈ ഉറക്കത്തിൽ നിന്ന് നമ്മളൊന്ന് ഉണരണം. അതുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഒന്ന് ഉണർത്താൻ പോവാന്ന്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം വന്നതെന്ന് അറിയോ, ഉണർത്തുന്ന രീതി പലതുമുണ്ട്. ഉണരാൻ പല രീതിയുണ്ട്. പേടിച്ചുണരും, ഭയപ്പെട്ട് ഉറങ്ങുന്ന ആൾ ചിലപ്പോൾ ഭയപ്പെടും. അത് മഹാമെനക്കെടാ. ഉണർന്നു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. പേടിച്ച് വരണ്ട ഉണർന്ന് പിന്നെ അന്നത്തെ ദിവസം പോക്കായെന്ന് പറയും. അത് വരാൻ നിൽക്കണ്ട. ഭയപ്പെടുന്ന ഒരു അനുഭവം വന്നിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുന്ന ഒരു സന്ദർഭം വന്നിട്ട് നമ്മൾ ഉണരാൻ നിൽക്കണ്ട. അതിനു മുമ്പ് സ്വാഭാവികമായി ഉണരുന്നത് നല്ലത്. ആ ഉണരുന്ന ഞാനോ 17 സംഖ്യത്തിൽ പറയും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് ഒരു സ്വപ്നം കണ്ട്, നല്ലൊരു സ്വപ്നം കണ്ടിട്ട്, ഒരു ദർശനം കിട്ടിയിട്ട്, ഒരു വെളിപ്പാട് കിട്ടിയിട്ട് നമ്മളൊന്ന് ഉണർന്നാൽ അതൊരു നല്ലൊരു ഉണർത്താം. ആ ഉണർന്നതാണ് നമ്മൾ യാക്കോബിൻ്റെ ഉണരിൽ കണ്ടത്. യാക്കോബ് ഉണർന്നത് നല്ലൊരു ദർശനം കണ്ടിട്ട് ഉണരുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം മാറി. ഒന്നും കൂടെ പറയാം, ആ ഉണർന്നു കഴിയുമ്പോൾ ദർശനം മാത്രമല്ല, വാഗ്ദത്തം കിട്ടും. വാഗ്ദത്തത്തോടു കൂടി ആ ജീവിതം ആരംഭിക്കുക. നന്നായി ഒന്ന് ഉണർന്നതോടുകൂടി ചില വാഗ്ദത്തങ്ങൾ പ്രോമിസ് ദൈവം തരിക. ആ പ്രോമിസും കൂടെ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ പേടിയില്ല, കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. അപ്പോൾ ഉണരുന്നതിന് പേടിച്ചുണരുന്ന ഒരു രീതിയുണ്ട്, രണ്ട് തട്ടി ഉണർത്തുന്ന ഒരു രീതിയുണ്ട് അല്ലേ. പത്രോസിനെ തട്ടി, വിലാപ്പുറത്ത് തട്ടി ഉണർത്തുകയാണ്, ഏലിയാവിനെയൊക്കെ തട്ടി ഉണർത്തുകയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, തട്ട് കിട്ടി ഉണരാൻ നിൽക്കണ്ട, അത് വലിയ സുഖമുള്ള പരിപാടിയല്ല. കർത്താവിൻ്റെ ഒരു തട്ട് കിട്ടിയിട്ട് ഉണരുന്ന, അല്ലെങ്കിൽ ദൂത് വന്നിട്ട് ഒരു തട്ട് തന്നിട്ട് ഉണർത്തുന്ന പരിപാടി ഉണ്ടല്ലോ, നല്ല കാര്യമല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയോ, പണ്ട് നമ്മുടെ യാക്കോബ് അവിടെ കടവിൽ, എബോക്ക് കടവിൽ നിന്ന് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥന നടത്തുന്നത്? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വീടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ദൂതൻ മല്ലു പിടിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് തൊട്ടപ്പോൾ തന്നെ ഉളുക്കി. തട്ട് കിട്ടിയപ്പോൾ തന്നെ, തട്ട് കിട്ടണ്ട, തൊട്ടാൽ തന്നെ ചിലപ്പോൾ ഉളുക്കൂ. അപ്പോൾ തട്ട് കിട്ടിയാലത്തെ സിറ്റുവേഷൻ എന്ന് ആലോചിച്ച് അതിൻ്റെ ഒരു കേട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഉണരാൻ വേണ്ടി തട്ട് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണരണം. പിന്നെയുള്ള ഉണർത്തലാണ് നമ്മളിപ്പോൾ വായിച്ചത്. വീണ്ടും ഒന്നുകൂടെ വായിക്കാം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ. അപ്പോൾ ശാരീരികമായി നമ്മുടെ ലോകപ്രകാരം നോക്കി കഴിഞ്ഞാൽ പ്രവാചകൻ ഉറങ്ങുകയല്ലായിരുന്നു, ലൈവായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഒന്ന് ഉണർത്തി. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏതാ ഉണർത്തല്ലേ? നമ്മൾ ഉണർന്നിരിക്കുന്ന കൃത്യസമയത്ത് ഉണരുകയും എഴുന്നേൽക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, സമയത്ത് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെയല്ല, ആത്മീക മണ്ഡലത്തിൽ ഉറങ്ങുന്ന അനുഭവത്തിൽ നിന്ന് ഒന്ന് ഉണർത്തി. ഇനിയാണ് നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് പോവുകയാണെ. ഇനി അതിൻ്റെ 6-7 വാക്യം ഒന്ന് വായിക്കാവോ? അവൻ എന്നോട് ഉത്തരം പറഞ്ഞെന്നാൽ, സെരുബ്ബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാട്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. അടുത്തത്, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അതിന്റെ കൃപ എന്ന ആർപ്പോട് കൂടെ അവൻ ആണിക്കല്ല് കയറ്റും. നമുക്കറിയാം, യെരുശലേം പിടിക്കപ്പെട്ടു, ജനമെല്ലാം പ്രവാസികളായും പോയി. 70 വർഷത്തോളം പ്രവാസം കിടക്കുകയാണ്. ദേവാലയം തകർക്കപ്പെട്ടു, മതിൽ ഇടിയപ്പെട്ടു, പട്ടണം തീ വെച്ച് ചുട്ടു. അപ്പോൾ അതിനുശേഷം റിവൈവൽ നടക്കുകയാണ്, ഉണർവ് നടക്കുകയാണ്. ഉണർവ് ആരംഭിച്ചപ്പോൾ 3 പേരെ ദൈവം ഉണർത്തി. 3 ടീമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വരികയാണ്. ആദ്യം മതിൽ പണിയാൻ വേണ്ടി നെഹമ്യാവ് വരുന്നുണ്ട്. നെഹമ്യാവും ടീമും കൂടെ വരുന്നത് മതിൽ പണിയലാണ്. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിലാണ്
ആലയം പണിയാൻ വേണ്ടി വരുന്നത്. ആലയം പണിയാൻ വേണ്ടി വരുന്നത്. എസ്ര ആലയത്തിൽ നടക്കുന്ന ആരാധന ക്രമപ്പെടുത്താൻ വേണ്ടി എസ്രയെ ദൈവം ഉണർത്തിയിരിക്കുകയാണ്. അപ്പോൾ എസ്രയുടെ നേതൃത്വത്തിൽ അപ്പം 3 ടീമാണ് ഇതിന് വരുന്നത്. പക്ഷേ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹം എഞ്ചിനീയറാണെന്ന് ഞാൻ പറയാറ്. കാരണം നിൻ്റെ കയ്യിൽ കാണുന്ന തൂക്കുകെട്ടയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പ്ലംബോവിനെ കുറിച്ച് പറയുന്നുണ്ട്, തൂക്കുകെട്ട ലെവൽ നോക്കുന്നതൊക്കെ. ബഹർ എഞ്ചിനീയറായിരുന്നു. നമുക്കൊരു എഞ്ചിനീയറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, സ്വത്രം. അപ്പോൾ ആരാധന യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി എസ്രയുണ്ട്. ആലയം പക്ഷെ പണിയണം. പക്ഷെ പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ പണി നടക്കണില്ല. ഏതാണ്ട് പറയുന്നത് 16 വർഷം തടയപ്പെട്ടു പണി നടക്കുന്നില്ല. ആലയം പണിത് നേരെയാക്കാൻ നോക്കുമ്പോൾ 10-16 വർഷമായിട്ട് നേരെയാവുന്നില്ല. 16 വർഷമായിട്ട് തടയപ്പെട്ടു. അപ്പോഴാണ് സക്രിയ പ്രവാചകനിലൂടെ ദൂത് കൊടുക്കാൻ പറഞ്ഞു. സെരുബാബേലിനോടുള്ള ദൂത് കൊടുക്കുകയാണ്. തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ദൂത് പറയുകയാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എന്നോട് പറഞ്ഞെന്നാൽ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ പണി നടക്കുന്നു. ഇതുവരെ മുടങ്ങിയതൊക്കെ മാറ്റണമെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇനി എങ്ങനെയാണ് പരിപാടി നടക്കാൻ പോകുന്നത്? ആത്മാവിനാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനത്താൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ ഉണർത്തി ആത്മാവിനാലുള്ള ചില ക്രിയകൾ എന്നിൽ നടക്കണം. എന്നെ ഉണർത്തുന്നത് എന്തിനാ? ഇനി ശക്തിയല്ല, സൈന്യമൊന്നുമല്ല. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോവുക. നിന്നെ ഇനി ക്രമീകരിക്കാൻ പോകുന്നത് ആത്മാവിനാൽ ക്രമീകരിക്കാൻ പോവുകയാണ്. ഈ ആത്മാവിനാൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആത്മാവിനാൽ നടക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച്, ഉറക്കത്തെക്കുറിച്ചും ഉണർവിനെ കുറിച്ചും ഞാൻ അധികം ഇനി പറയുന്നില്ല. ഒരു മുഖവരയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആത്മാവിനാൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ആത്മാവിനാൽ നടക്കാൻ പോകുന്ന കാര്യം ഒന്നാമത് വെളിപ്പെടുത്തിയെന്ന് അറിയോ? സെരുബാബേലേ, നിന്റെ മുന്നിലുള്ള മഹാപർവ്വതം സമഭൂമിയായി. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ മഹാപർവ്വതം സമഭൂമിയായി മാറാമെന്ന് പറഞ്ഞാലും അത് എളുപ്പമുള്ള കാര്യമല്ല, ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ആത്മാവിനാൽ നടക്കുന്ന പറയുന്നത് തടസ്സം എന്താന്ന് പറയുക? പണി തടസ്സപ്പെട്ടു, ജീവിതത്തിൽ കുറേ തടസ്സങ്ങൾ സംഭവിക്കുന്നു, വർഷങ്ങളായി ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നടക്കുന്നില്ല. തടസ്സം 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 തടസ്സം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മഹാപർവ്വതമായിട്ട് നിൽക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ അപ്പുറത്തേക്ക് നോക്കി കാണില്ല, അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല. ഒരു കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഒരു വലിയ തടസ്സമായി നിൽക്കുന്ന മഹാപർവ്വതം. ഏത് വിഷയത്തിനാണോ തടസ്സം നിൽക്കുന്നത്? ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ദൂത് മറ്റൊന്നുമല്ല, ആത്മാവിനാൽ ഇത് തരിപ്പടമാക്കി തീർക്കും, നിരപ്പാവും, സമഭൂമിയായി മാറും. അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല എന്ന് പറയുന്ന വിധത്തിൽ ഈ തടസ്സം പൂർണ്ണമായി മാറി. ഇന്ന കാരണം കൊണ്ടാണ് ഇത് നടക്കാത്തത്. നമ്മൾ കാരണമൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് നടക്കാത്തത്? ഇപ്പോൾ രോഗസൗഖ്യം കിട്ടുന്നില്ല, ഡോക്ടർക്ക് കാര്യം പിടികിട്ടാത്തതുകൊണ്ടാണ് നടക്കാത്തത്. ഇപ്പോൾ ഞാനൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. ഡോക്ടർമാരെ മുഴുവൻ പോയി കണ്ടു, അവർക്ക് കാര്യം മനസ്സിലായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. ഡയഗ്നോസിസ് കറക്റ്റ് ആയിരുന്നെങ്കിൽ ട്രീറ്റ്മെൻറ്റും പെട്ടെന്ന് കിട്ടും. ഉണ്ടോ ഇല്ലെന്നെങ്കിലും മിനിമം അറിയാമായിരുന്നു. ഇതിപ്പോൾ അവർക്ക് കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് പല ഡോക്ടർമാരും പല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കാരണം കണ്ടുപിടിച്ചാൽ അവർക്ക് കാരണം കിട്ടാത്തതുകൊണ്ടാണ്. മറ്റൊരു വിഷയം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്നില്ല, അവന് ഓർമ്മശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഓർമ്മശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന്. പക്ഷെ പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കില്ല. നമ്മളെന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്, മഹാപർവ്വതമായിട്ട് നിൽക്കുകയാണ്. എന്താ കർത്താവ് പറയുന്നത് എന്താ അറിയോ? ആത്മാവിനാൽ ഒന്ന് പണിയപ്പെട്ടാൽ, ആത്മാവ് കാര്യം ഏറ്റെടുത്താൽ, ആത്മാവ് കാര്യം ഏറ്റെടുത്താൽ എന്ത് സംഭവിക്കും? ഇങ്ങനൊരു വിഷയമില്ല, അങ്ങനൊരു വിഷയമില്ല. സമഭൂമിയാ, പ്രശ്നമൊന്നുമില്ല, എല്ലാം പരിഹരിക്കപ്പെട്ടു. നമ്മൾ പറയുന്ന കാരണങ്ങളൊന്നുമല്ല തടസ്സം. നമ്മൾ പറഞ്ഞ് 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 ഇപ്പോൾ എന്തായി സംഭവിച്ചതെന്നറിയോ? ഒരു ചെറിയൊരു നിഴല് പോലെ ഒരു കറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പോയി മലയായി. ഇപ്പോൾ വർഷങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ മുന്നിൽ തടസ്സപ്പോൾ ഇനി നടക്കില്ല എന്നുള്ള രീതിയിൽ പർവ്വതമായി. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാപർവ്വതമായിട്ട് നിൽക്കുക. ഇവിടെയാണ് ആത്മാവിന് പ്രവർത്തിക്കാനുള്ളത്. ഇതിനെന്ന് ഉണർത്തുന്നത്, ദൈവസഭയെ ഉണർത്തുന്നത്, ദൈവമക്കളെ ഉണർത്തുന്നത്, കുടുംബങ്ങളെ ഉണർത്തുന്നത് വേറൊന്നിനു വേണ്ടിയല്ല. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഇനി ദിവസങ്ങൾ മതി പൂർത്തീകരിക്കാൻ. കർത്താവിൻ്റെ ആത്മാവ് പണി ഏറ്റെടുത്തപ്പോൾ ദിവസങ്ങൾ കൊണ്ടാണ് പണി തീർന്നത്. പിന്നെ വർഷങ്ങൾ വേണ്ട,
പിന്നെ വർഷങ്ങൾ വേണ്ട, ദിവസങ്ങൾ, എണ്ണം പറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നടക്കാൻ പോകുക. വിശ്വസിക്കുക, ഇനി ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് എൻ്റെ മുന്നിലുള്ള തടസ്സം മാറ്റി, എൻ്റെ പ്രതിസന്ധികൾ മാറ്റി, എൻ്റെ കുടുംബത്തിൻ്റെ ചില വിഷയങ്ങൾ തടയപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളെല്ലാം മാറി കാര്യങ്ങൾ നടക്കുമെന്ന് ഇന്ന് ദൂത് വിളിച്ചു പറയുകയാണ്. എന്നെ തട്ടി ഉണർത്തിയ ദൂതൻ പറഞ്ഞ ദൂത് വിളിച്ചു പറയുക, സക്രിയാവേ നിന്നോട് പറഞ്ഞ ദൂത് നീ പറയേണ്ടത് സെരൂബാബേലിനോടാ. നീ ഞാൻ വിളിച്ചു പറയാ, എന്നോട് പറഞ്ഞ ദൂത് ഞാൻ വിളിച്ചു പറയാ. നിങ്ങൾ ഓരോരുത്തരോട് വിളിച്ചു പറയാ, പേരെടുത്ത് പറയുക. നിങ്ങളുടെ മുന്നിലുള്ള മഹാപർവ്വതങ്ങൾ സമഭൂമിയായി മാറി. തടസ്സങ്ങൾ മുഴുവൻ മാറി, തടസ്സങ്ങൾ മുഴുവൻ മാറി. ദൈവകൃപ വ്യാപരിച്ച് ഒരു വർഷം തികയുന്നതിന് മുമ്പ്, 2026 പൂർത്തിയാകുന്നതിന് മുമ്പ് ചില നന്മകൾ നടക്കാൻ പോവുകയാണ്. തടസ്സം മാറി, വർഷങ്ങളായി തടയപ്പെട്ട അനുഭവങ്ങൾ മാറി, പൂർണ്ണ ജയം ലഭിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നു എന്ന് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആത്മശക്തിയോടെ വിളിച്ചു പറയട്ടെ. അത് നമ്മുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായി മാറുകയാണ്. ആത്മാവിന്റെ ശക്തിയോടെ, ആത്മബലത്തോടെ, ആത്മാവിൽ ഒന്ന് പറഞ്ഞാട്ടെ, കൃപ കൃപ എന്നാർത്തുകൊണ്ട് ദിഗ ദിഗ റിവ 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 ദൈവകൃപ ദൈവകൃപ കൃപ 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 കൃപ. ആത്മാവിൽ ഒന്ന് ബലപ്പെട്ടെ, ഒന്ന് പറഞ്ഞേ കൃപ ദൈവകൃപ ദൈവകൃപ. ആത്മാവിൽ ഒന്ന് സ്തുതിച്ച് 5 ഭാഷകൾ ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുത്തേ. വചനം നമ്മിൽ ഒന്ന് ക്രിയ ചെയ്യട്ടെ. വചനം ആത്മാവിന്റെ ശക്തിയോടെ ഒന്ന് പ്രസരിക്കട്ടെ. അതിന്റെ ഒരു പരിവർത്തനം നടക്കട്ടെ. ആത്മീക മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ശാരീരിക മണ്ഡലത്തിലും ദൈവകൃപയുടെ വലിയ വ്യാപാരം നടക്കട്ടെ. ഏറ്റവും അവസാനം ചെയ്യുന്ന ക്രിയ എത്ര? ഈ ആണിക്കല്ല് കയറ്റിൽ അതിന്റെ കഴുക്കോലൊക്കെ കൂടെ ചേർത്ത് വെച്ച് അതിനൊന്ന് ഉറപ്പിക്കുന്നൊരു പരിപാടി എന്ന് പറയുന്നുണ്ട് ആണിക്കല്ല് കയറ്റം. അതിനെക്കുറിച്ച് പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. ഈ മുകളിലൊരു കല്ല് പോലത്തെ ഒരു സാധനം വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്ന പറയുന്നത്, എല്ലാ ഉത്തരങ്ങളും കഴുക്കോലോടും കൂടി ചേർത്ത് ബന്ധിക്കുന്ന സാധനം. അത് ഊരിയെടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ അഴിക്കാനും പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കതിനെ പറ്റി പണിയെ പറ്റി പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷേ അവസാനത്തെ ക്രിയയാണെന്ന് പറയുന്നത് ആണിക്കല്ല് കയറ്റിൽ. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ ദൂത് പറയുന്നത്, തടസ്സം മാറ്റി നിങ്ങളൊരു കാര്യം ചെയ്യണം, കൃപ കൃപ എന്ന് പറഞ്ഞ് ആർത്താ മതി. ദൈവസഭയിൽ സ്തുതി ഒന്ന് ഉയരട്ടെ. അമ്മച്ചി പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഓർത്തു. സ്തുതിക്കാൻ പറഞ്ഞ് നമ്മൾ സ്തുതി സ്തോത്രം എന്നൊക്കെ പറഞ്ഞാൽ പോരാ, അത് ആത്മാവിൽ നിന്ന് വരണം. നന്ദി 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 എന്നിങ്ങനെ പറഞ്ഞ് ഈ അവസാന ദിവസങ്ങളിൽ പറഞ്ഞ് നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നടക്കില്ല. ആ നന്ദിയുടെ ഒരു പ്രവൃത്തി, നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ വായിൽ നിന്ന് മാത്രം പോരാ, പ്രവൃത്തിയിലേക്ക് വ്യാപരിക്കുന്ന നന്ദിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക, നന്ദിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് താഴുക. ഇതൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ അവിടെ ഒരു വിജയമുണ്ട്. കൃപ കൃപ എന്ന് ആർത്തുകൊണ്ട് ഇത് പൂർത്തീകരിക്കപ്പെടുന്ന അർത്ഥം. തടസ്സം മാറാന്ന് മാത്രമല്ല, തടസ്സം മാറി ജയം നമുക്ക് ലഭിക്കും. അപ്പോൾ തടസ്സങ്ങൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഉണരണം. ഉണർന്നു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ശക്തി പ്രവർത്തനം തുടങ്ങും. ഇന്ന് നമ്മളെക്കൊണ്ട് കഴിയാത്ത കാരണം എന്താ? പലതും നടക്കാത്തതിന് കാരണം നമ്മളെക്കൊണ്ട് പലതും കഴിയില്ല. മനുഷ്യരാൽ അസാധ്യമാണ്, ദൈവത്താൽ സകലവും. അപ്പോൾ നമുക്കൊരു ആവശ്യമുണ്ട്, ഒരു സഹായകൻ നമുക്ക് ആവശ്യമുണ്ട്. അത് വേറെ ആരുമല്ല, പരിശുദ്ധാത്മാവാണ് നമുക്ക് സഹായകൻ. ആത്മാവിൻ്റെ സഹായം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ബലഹീനരായി കിടക്കുന്നത്. ആത്മാവിൻ്റെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ, ഉണർന്നു കഴിഞ്ഞാൽ ആത്മാവിനാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആ ആത്മബലത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജയം കിട്ടും. ആത്മാവിനാൽ ചെയ്യുന്ന ക്രിയകൾ കുറേ ഉണ്ട്. ആത്മമണ്ഡലത്തിൽ ചെയ്യുന്ന കുറേ ക്രിയകളുണ്ട്. നല്ല ഉദാഹരണം ഞാൻ പറയാം. അതായത് സ്തേഫാനോസ് ദൈവസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. പക്ഷെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചൻ ഡ്യൂട്ടിയാണ്. എല്ലാവർക്കും വിളമ്പി കൊടുക്കലും പാത്രം കഴുകലും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുക. പക്ഷേ ആത്മാവിനാൽ അവനെ ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ, ആത്മാവിൻ്റെ കരം ഒന്ന് ടച്ച് ചെയ്തപ്പോൾ ആ മനുഷ്യൻ വേദിയിലേക്ക് എത്തി. സ്തോത്രം സ്തോത്രം. ഇന്ന് ഉണർന്നു കഴിയുമ്പോൾ ആ വലിയ ബലത്തോടെ അവർ ശുശ്രൂഷയിലേക്ക് മുന്നോട്ട് വരും. ചില കുടുംബങ്ങളിലേക്ക് പോയി അവർ തിരിച്ചു വരുമ്പോൾ, ഞായറാഴ്ച വരുമ്പോൾ ചില പുതിയ കുടുംബങ്ങൾ ദൈവസഭയിലേക്ക് വരാൻ പോവുക. അങ്ങനെ ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യത്തിലേക്ക് കൊണ്ടുവരാൻ ആത്മാവിൻ്റെ ഒരു ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ ഏതവസ്ഥയിൽ നിന്നും പെട്ടെന്ന് മാറ്റം വരും. എങ്ങനെ ഇവർക്ക് കഴിഞ്ഞു എന്ന് പറയത്തക്ക വിധത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇനി ഞാനൊന്നുകൂടെ പറയാം. ആത്മാവിൻ്റെ ശക്തിയെ പത്രോസിനെ ശക്തനാക്കിയത്. ഭീരുത്വം ഉണ്ടായിരുന്നു,
അപകർഷത ബോധമുള്ളൊരു മനുഷ്യനായിരുന്നു. ആര്? പത്രോസ്. ഭയങ്കര പേടിയാണ്, ആളുകളെ കാണുമ്പോഴേ പേടിയാണ്. പക്ഷെ ആത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ ആൾ മാറി, അപകർഷതാബോധം മാറി, ഭീരുത്വം മാറി. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തു എന്നൊക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം എങ്ങനെ വന്നേ? എങ്ങനെ ധൈര്യം വന്നേ? അവർ വന്ന് അടിക്കില്ലേ ഈ ജനത്തിന് മുഴുവൻ? പെരുന്നാളിന് വന്ന ജനം മുഴുവൻ അവിടെ ഉണ്ട്. ഈ ക്രൂശിച്ചു വന്ന് വരും, നിങ്ങൾ ക്രൂശിച്ചു വന്നതെന്നൊക്കെ പറയുമ്പോൾ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം വന്നത് എങ്ങനെയാണ്? ഓടിപ്പോയിരുന്ന മനുഷ്യന് ധൈര്യം വന്നത് എങ്ങനെയാണ്? ആത്മാവിനാൽ. ഒന്ന് പറഞ്ഞേ, ആത്മാവിനാൽ എനിക്ക് ധൈര്യം ലഭിക്കും. എൻ്റെ ഭീരുത്വം മാറണമെങ്കിൽ ആത്മാവിനാലേ പറ്റുള്ളൂ കർത്താവേ. ചില കാര്യങ്ങളിൽ ഞാൻ ഭീരുവായിട്ടിരിക്കുക. ശരിയാണോ? നമ്മൾ പല കാര്യത്തിലും ഭീരുത്വം കാണിക്കുന്നുണ്ട്. ഈ ഭീരുത്വം ഒന്ന് മാറണമെങ്കിൽ ആത്മാവിനാലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉണർന്ന് ആത്മാവിനാലുള്ള ഒരു ശക്തിക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ആത്മാവിനാൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. റോമർ 8:14 ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ നടത്തപ്പെടുമെന്ന്. കൺട്രോള് ആരേറ്റെടുക്കും? പരിശുദ്ധാത്മാവ് കൺട്രോൾ ഏറ്റെടുക്കും. നമ്മൾ പോകുന്നത് തെറ്റിലേക്ക് നിന്ന് ചാടുന്നത്. ആത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങിയാലോ വൻ വിജയ. ഒരു പീലിപ്പോസ് സ്വദേശി ഉണ്ടായിരുന്നു, അറിയാവോ? ആ, അതല്ല, ബൈബിളിലെ പീലിപ്പോസിനെ കുറിച്ച് തന്നെ പറഞ്ഞു. ശമരിയ പട്ടണത്തിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭയങ്കര മിനിസ്ട്രി. എന്നാ മിനിസ്ട്രി എന്നറിയാവോ? ഭൂതങ്ങൾ അലറി ഓടുക, മന്ത്രവാദികൾ മാനസാന്തരപ്പെടും, നാനാവ്യാധിക്കാരെ. അവിടെ പിശാച് വല്ലാതെ വലച്ചൊരു സ്ഥലമായിരുന്നു ശമരിയ പട്ടണം. ഒരു മനുഷ്യനും പോകാൻ താല്പര്യപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ അവിടെ മുടന്തര്, വൈകല്യമുള്ളവർ, അങ്ങനെ ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരും മാത്രമുള്ള ഭ്രാന്തന്മാർ, ഇത്ര ഉള്ളൊരു സ്ഥലം. ആത്മാവ് നയിച്ചു കൊണ്ടുപോയത് അവിടെയാണ്. ആത്മാവ് നയിച്ചു കൊണ്ടുപോയത് അവിടേക്കാണ്. അവിടെ ചെന്നാൽ സൂപ്പർ മിനിസ്ട്രി നടക്കുക, എല്ലാവരും സ്നാനപ്പെടുക, കൂട്ടത്തോടെ സ്നാനം. പുതുട്ടരെ കണക്കുമ്പോൾ പറയുകയാണേ, പരിശുദ്ധാത്മാവ് പറയുകയാണേ, ആത്മാവ് നടത്തുന്നത് മിനിസ്ട്രി ഇവിടെ നിർത്തി. ഇപ്പോൾ തൽക്കാലം നീ ഇനി ആളില്ലാത്തടത്ത് പോകണമെന്ന് പറഞ്ഞു. മരുഭൂമിയിലേക്ക്, ഗസയുടെ നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളില്ലാന്നർത്ഥം. ജനം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ജനം ഇല്ലാത്തടത്തേക്ക് പോകാൻ. ഞാനാണെങ്കിൽ ഫീൽബോസിൻ്റെ കാലത്ത് ഞാനാണെങ്കിൽ ഇപ്പം ഞാൻ മിനിസ്ട്രിയിൽ ഒന്ന് ലെവലായിട്ട് നിൽക്കണേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട് മരുഭൂമിയിലേക്കൊന്ന് കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഇത്തിരി അലമ്പൊക്കെ ഉണ്ടാകുമ്പോൾ, ഇവിടെ ഒരു അടിയും ബഹളമൊക്കെ ആയിട്ട് കുറച്ച് പേര് സഭയിൽ നിന്നൊക്കെ പോകുന്ന സമയമൊക്കെ വരുമ്പോൾ, കയ്യിൽ നിന്ന് ബോധ്യം വരുന്ന സമയത്ത് ഞാൻ കെട്ടും പാണ്ടൊക്കെ എടുത്ത് വേണമെങ്കിൽ പൊക്കോളാമെന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ മനുഷ്യൻ പോയി, ഒരു മനുഷ്യനില്ലാത്തടത്ത് പോയി. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരു രഥം വരുന്നത് കണ്ട്. സ്തോത്രം. ആ രഥത്തിൻ്റെ ഒപ്പം നടക്കുക ഈ മനുഷ്യൻ. ആ സ്പീഡൊന്നും ആലോചിക്കുക. നേരത്തെ ഒരു മനുഷ്യന് ഓടുമായിരുന്നു, ആഹാവിൻ്റെ രഥത്തിന് ചുറ്റും ഓടിയിരുന്നത്. ഇപ്പം നടന്നാൽ മതി. ആത്മാവിൻ്റെ ശക്തിയുടെ ഒരു പരിശ്രമം മനസ്സിലാക്കി. അപ്പോൾ എത്ര പവർ കൂടിയെന്ന് ആലോചിക്കുക. ഏലിയാവിൽ പറഞ്ഞേക്കാളും പവർ വന്നിരിക്കുക. ഈ മനുഷ്യൻ ഒരടി കാലടി വയ്ക്കുമ്പോൾ കുതിര ഓടുന്നേക്കാളും സ്പീഡിൽ ഒപ്പം നടക്കുക. എന്നിട്ട് അടുത്ത് ചേർന്ന് കിടന്ന് കാര്യം ചോദിച്ചപ്പോൾ അകത്ത് കയറ്റിയിരുത്തി. ആകെ ഒരു അധ്യായം പഠിപ്പിച്ചുള്ളൂ. ഈ 66 പുസ്തകവും ഈ അധ്യായങ്ങൾ മുഴുവനും ഒന്നും പഠിപ്പിക്കാൻ പോയില്ല. യശയാപ്രവചനം 53 വെറുതെ ഒന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തോളൂ. ആള് സ്നാനപ്പെട്ടു, റിവൈവ് വന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചിനി മരുഭൂമിക്ക് നടക്കണ്ടേ? ക്ഷീണിച്ചു പോകുന്നു. നീ ക്ഷീണിച്ചു പോകുന്നുമില്ല. നടത്തുന്നത് ആരാ? എടുത്തോണ്ട് പോയി. എനിക്ക് വായിച്ചിട്ട് ഇപ്പോഴും അത്ഭുത. ഞാൻ ചെറുപ്പത്തിൽ ഇത് ഭയങ്കര ആവേശമായിട്ടാണ് എനിക്ക് ഇത് ആത്മാവ് പകർത്തുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു നിലയുള്ള വീടാണ് എൻ്റെ വീട്. മുകളിൽ ടെറസിൻ്റെ മുകളിൽ ഇടയ്ക്ക് കയറാം. പുറത്തുനിന്ന് കോണി കയറി ഞാൻ ടെറസിൻ്റെ മുകളിൽ പോയിരിക്കും. ആകാശം കാണാനും പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന സ്ഥലം അവിടെ. അപ്പോൾ എനിക്ക് പറക്കണത് വലിയ ആഗ്രഹമാണ്. ഞാൻ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിങ്ങനെ ബലം പിടിച്ചു ഇങ്ങനെ നോക്കും. ഒന്നിങ്ങനെ പൊങ്ങിയിട്ട് നിലത്ത് മുട്ടാതെ കാല് നിലത്ത് പൊട്ടിയിട്ടുണ്ടോ, കാല് നിലത്ത് പൊങ്ങിയൊന്നും എന്നിങ്ങനെ പറത്തി കൊണ്ടുപോകണമെന്ന് കാണാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹമാണ്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഇനി എന്നാ സംഭവിക്കുമെന്ന് അറിയില്ല. എന്നാൽ ഒരു ദിവസം എനിക്ക് പ്രത്യാശയുണ്ട്. ഒരു പാട്ട് കേൾക്കും, ഒരു പാട്ട് ചെവിയിൽ കേൾക്കും, ഒരു കാഹളനാദം കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് എൻ്റെ ആശ നിറവേറും. എന്നാൽ അതിനു മുമ്പേ നിറവേറ്റാൻ ആത്മാവ് ശക്തനാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുഴപ്പം എന്തെന്ന് നടക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിലിപ്പോസ് സ്വദേശി അനുസരിക്കുന്ന പോലെ അനുസരിക്കുന്നൊരു സ്വഭാവം എനിക്ക്. ആത്മാവ് നടത്തുന്നിടത്തേക്ക് പോകാൻ പറഞ്ഞാൽ ഞാൻ പോവില്ല. ഞാൻ എൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ടേ നിൽക്കുകയുള്ളൂ. ഇതാണ് എനിക്ക് പറ്റിയത്. ഇല്ലെങ്കിൽ എന്നെ പണ്ടേ പറപ്പിച്ചതന്നെ.
ഞാനിങ്ങനെ പറന്ന് നടന്നേനെ. ഇംഗ്ലണ്ടാണോ ആഫ്രിക്കയാണോ ഏതൊക്കെ സ്ഥലത്തേക്ക് വേണമെങ്കിലും എന്നെ പറപ്പിച്ചേനെ. എൻ്റെ പരാജയം ഞാൻ തിരിച്ചറിയുക. ദൈവമക്കളെ, നമുക്ക് ഈ പരാജയം വരരുത്. യോന പറഞ്ഞ പോലെ പരാജയപ്പെട്ട മനുഷ്യൻ തിരിച്ചു വന്ന് ബോധം വന്നപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഉപദേശിക്കുക, ഇങ്ങനെ ഈ ക്ഷീണത്തിലും പ്രശ്നത്തിലും നിൽക്കണ്ട. ദൈവം ഉണർത്തുന്ന സമയത്തൊന്ന് ഉണർന്ന് അവൻ പറയുന്നതനുസരിച്ച് ആത്മാവിനനുസരിച്ച് നടന്നാൽ വലിയ വിജയം കിട്ടും. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. നിങ്ങളിനി വാക്യങ്ങൾ വായിച്ചു തരണം, ഞാൻ എഴുതി വെച്ചിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 11:28. ആത്മാവിനാൽ സ്തോത്രം, ലോകത്തിൽ മഹാക്ഷാമം വരുന്നുവെന്ന് അഗബോസ് ആത്മാവിനാൽ. അപ്പൊ തട്ടി ഉണർത്തി ആത്മാവിനാലുള്ള ഒരു ശുശ്രൂഷയിലേക്ക് നമ്മളെ നയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നോ? ഇന്നൊരാൾ എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങളുടെ സഭയിൽ പ്രാർത്ഥന നടക്കല്ലെന്ന് ചോദിച്ചു. അങ്ങനെ എന്നോട് ചോദിച്ചു, ആരാ പ്രവാചകൻ വന്നാണെന്ന് ചോദിച്ചു. ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ പ്രവാചകൻ വരുന്നതാണ് അവർ പറയണത്. ഞാൻ പറഞ്ഞു, എന്ത് പ്രവാചകൻ പറഞ്ഞാൽ ഞാൻ തന്നെ പ്രവാചകനാണെന്ന് പറഞ്ഞു. ദൈവം എന്നെ നിയോഗിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രവചിക്കുന്നതൊക്കെ ദൈവസഭയിൽ ദൈവം മനസ്സിലാക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാത്രം പറഞ്ഞ് ഒഴിഞ്ഞാൽ പോരാ. ദൈവമക്കളെ, നമ്മളെല്ലാവരും അങ്ങ് ആത്മാവിൽ പ്രവചിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് പ്രവാചകൻ വേണ്ട. ഞങ്ങളുടെ സഭയിൽ എല്ലാവരും പ്രവചിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രവചിക്കും. സഭ ഉണർന്നാൽ ആത്മാവിനാൽ ദൈവസഭയിൽ പ്രവചനങ്ങൾ നടക്കും. ദൈവദാസന്മാർ പ്രവചിക്കും. അവര് പറഞ്ഞ കാര്യങ്ങൾ പറയും. ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കുന്ന പോലെ വലിയ വിഷയമൊന്നുമില്ല. 2-3 തരത്തിലാണ് പ്രവചനം വരുന്നത്. ഒന്ന്, വചന വെളിപ്പാടിനാൽ പ്രവചനം വരും. നിങ്ങളൊക്കെ അങ്ങനെ പ്രവചിക്കുന്നവരാണ്. വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഇന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വചനം വെളിപ്പെടുത്തിയ പ്രവചനങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വചന വെളിപ്പാടിനാൽ. മറ്റൊന്ന്, ദർശന വെളിപ്പാടിനാൽ പ്രവചനം കിട്ടും. ഒരു ദർശനം കാണിച്ചു കൊടുക്കും, ഒരു കാഴ്ച, അതിൽ പ്രവചിക്കും. പെരുവാവൽ നീ എന്ത് കാണുന്നു? ഒരു കാഴ്ച കാണിച്ചു കൊടുത്തിട്ട് പ്രവചിക്കാൻ പറയുകയാണ്. നിന്റെ മുന്നിലുള്ള മഹാപർവ്വതം ഒക്കെ പറഞ്ഞൊരു വിഷൻ കൊടുത്തിട്ട് ആ വിഷനിൽ പ്രവചിക്കും. മറ്റൊരു പ്രവചനമാണ് ഇപ്പോൾ പറഞ്ഞത്, ആത്മാവിനാലുള്ള പ്രവചനം. അതാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സാധനം. കൺട്രോൾ പോവുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചൊന്നുമില്ല. എൻ്റെ നാവ് ആരെടുക്കുകയാണ്? പരിശുദ്ധാത്മാവ് എടുക്കുകയാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, അന്യഭാഷയിൽ ആരാധിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ച് ആയിട്ട് ഭാഷ മാറി നമ്മുടെ ഭാഷയിലേക്ക് മാറി. മകനെ മകളെ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പറയുന്നത് മകനെ മകളെ എന്നൊക്കെ പറയാൻ പറ്റുമോ? പരിശുദ്ധ ദൈവാത്മാവ് സംസാരിക്കുന്ന പോലെ പറഞ്ഞ് ആള് മാറി, ശബ്ദം മാറി, രീതി മാറി അങ്ങ് പ്രവചിക്കുന്നതാണ്. അതാണ് ആത്മാവിലുള്ള പ്രവചനം. ഇതിനു വേണ്ടി ഒരു കൊതി വേണം. കർത്താവ് എന്നെ ഉപയോഗിക്കണേ. ആത്മാവിനാൽ നമ്മെ ഒന്ന് സ്പർശിക്കാൻ തുടങ്ങിയ അത് ഉണർത്തപ്പെട്ടവർക്ക് സംഭവിക്കുള്ളൂ. എന്താ സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ തടസ്സം വേറെ ഒന്നുമല്ല, നമ്മൾ ശരിക്കും ഉണർന്നിട്ടില്ല. ഉണർന്നോ? ഉണർന്ന ലക്ഷണം ഞാൻ പറഞ്ഞുതരാം. ഉണർവിൻ്റെ ലക്ഷണം, ഉണർന്ന ആദ്യത്തെ ലക്ഷണം, നമ്മൾ വസ്ത്രം എടുത്ത് നേരെ ഇടും. മുണ്ട് ഷർട്ടൊക്കെ നേരെയാണ് കിടക്കണമെന്ന് ആദ്യം നോക്കുക. നമ്മെക്കുറിച്ചൊരു ബോധ്യം വരും. രണ്ടാമത്തെ എന്താ വരികയെന്ന് പറഞ്ഞാൽ നമുക്ക് വായ്നാറ്റമൊക്കെ തിരിച്ചറിയാം. ബ്രഷ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്വസ്ഥതയില്ല. കുളിക്കണം, ശുദ്ധമാണെന്ന് തോന്നും, വിശുദ്ധിയാണ് വരുന്നത്. ഈ ചിന്ത ഉണ്ടെങ്കിലേ നമ്മൾ ഉണർന്നു എന്ന് പറയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കിടന്നോടത്ത് കിടന്ന് ഉണർന്നു, എന്നാലും ഞാൻ കണ്ടടച്ച് കിടക്കണമെന്നുള്ളൂ. ഒന്നും കൂടെ തിരിഞ്ഞു കിടന്നു, മറിഞ്ഞു കിടന്നു, എന്നാൽ നല്ല ഉറക്കമല്ലായിരുന്നു. ഈ അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്റ്റീവല്ല. നമ്മൾ ഉണർന്നാൽ നമ്മൾ യഥാസ്ഥാനപ്പെടും, നമ്മൾ ശുദ്ധീകരിക്കപ്പെടും, പിന്നെ നമ്മൾ ആക്റ്റീവ് ആവും. ഈ 3 ഘട്ടങ്ങൾ നടന്നാലേ നമ്മൾ ഉണർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഉണർവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രവചിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്, ആത്മാവ് നമ്മളെ ഉണർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രവചിക്കും. ഈ ദിവസങ്ങളിൽ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രവചിക്കും. അപ്പോൾ ഇനി നമ്മൾ പ്രവചിച്ചേ പറ്റൂ. കർത്താവ് പറഞ്ഞ ദൂത് ഉറക്കത്തു നിന്ന് ഉണർത്തുന്ന പോലെ ഒന്ന് ഉണർത്തി. സാവധാനം, തട്ട് കിട്ടിയിട്ടൊന്നല്ല ഉണർത്തുന്നത്. സഭയ്ക്ക് വലിയ ദോഷമൊന്നും വന്നിട്ടല്ല ഇപ്പോൾ ഉണർത്തുന്നത്. ഇപ്പോൾ ഉണർന്നാൽ നല്ലതാണ്. ഇപ്പോൾ ഉണർന്നാൽ തട്ട് കിട്ടി ഉണരുന്നതിനേക്കാളും ഇപ്പം നമ്മളെ ഉറക്കത്തുനിന്ന് ഉണർത്തുന്ന പോലെ വിളിച്ചുണർത്തിയതാ. ഈ വിളിച്ചുണർത്തുന്ന ദൂതിൽ നമ്മളൊന്ന് ഉണർന്നാൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ദൈവസഭയിലെ ആരൊക്കെ പ്രവചിക്കുന്നത് എനിക്ക് പറയാൻ വയ്യ. ഉണർന്നവർ മുഴുവൻ പ്രവചിക്കുന്നത് കുറച്ച് പറയാൻ പറ്റൂ. ഉണർന്നവർ മുഴുവൻ എന്ത് ചെയ്യും? പ്രവചിക്കും. അടുത്തത് വായിക്കാം, 20-22 വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-22.
സ്തോത്രം. പൗലോസ് പറയാ, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. നമ്മളെവിടെയെങ്കിലും പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ഇഷ്ടമില്ല, ഇഷ്ടമുള്ളിടത്തേക്ക് നമ്മൾ പോകും. എന്നാൽ എന്നെയൊക്കെ കുഞ്ഞ് കൊണ്ടുപോകണമെങ്കിൽ കെട്ടി വലിച്ച് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നോട് ആരെങ്കിലും പോകാൻ പറഞ്ഞാൽ എനിക്ക് പോകാൻ യാത്ര ചെയ്യാനൊന്നും തീരെ ഇഷ്ടമില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് വെറുതെ ടൂർ പോകണ കാര്യമല്ല പറഞ്ഞു, ഒരു ദൗത്യത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ഇനി എന്നെ കൊണ്ടുപോകണമെങ്കിൽ ആത്മാവിനാൽ ഒരു ബന്ധനം ബന്ധിച്ച് കെട്ടി വലിച്ച് എന്നെ കൊണ്ടുപോകണം, കെട്ടി വലിച്ച് കൊണ്ടുപോകണം. നമ്മളിപ്പോഴും പലപ്പോഴും പോകുന്നില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇനി നമ്മളങ്ങനെ ഇരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. യെരുശലേമിലെ ബന്ധനങ്ങളും കഷ്ടങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പല വിഷയങ്ങളും കിടക്കുന്നുണ്ട്. പക്ഷെ കർത്താവിൻ്റെ ആത്മാവ് എന്ത് ചെയ്യാൻ പോവുക? നിന്നെ അങ്ങ് കൊണ്ടുപോവുക. നമ്മുടെ മനസ്സോടെ അല്ല, മനസ്സില്ലാത്ത ചില ഇടങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞ ഒഴിവഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. മോശയോട് ദൗത്യം പറഞ്ഞു, എവിടേക്ക് പോകണം? മിസ്രൈമിൽ പോകണം, ഫറവോനോട് സംസാരിക്കണം, ജനത്തെ വിടുവിക്കണം. എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ തടിച്ച നാവുള്ളവനാ, വിക്കുള്ളവനാ. നമ്മൾ തടസ്സം പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ആത്മാവിനാൽ ഒന്ന് നിർബന്ധിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ഒന്ന് വൈൻഡിങ് വരണം. ആത്മാവിൻ്റെ ഒരു വൈൻഡിങ് നമ്മളൊന്ന് വൈൻഡ് ചെയ്ത് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ആത്മാവ് ചുറ്റി കഴിഞ്ഞാൽ ആത്മാവ് നമ്മെ ചുറ്റുക. ആത്മാവ് നമ്മെ ചുറ്റിയിരിക്കുമ്പോൾ ചുറ്റുമുള്ളൊരു സാധനത്തിൻ്റെയും നമ്മെ സ്വാധീനിക്കില്ല. ഇപ്പം നമ്മളെ മക്കളെ സ്വാധീനിക്കുക, നമ്മുടെ സാമ്പത്തികം നമ്മെ ചിന്തിപ്പിക്കുക, നമ്മുടെ ആരോഗ്യം നമ്മെ ചിന്തിപ്പിക്കുക, നമ്മുടെ സർക്കംസ്റ്റൻസസ് ഒക്കെ നമ്മെ ചിന്തിപ്പിക്കുക. എന്നാൽ ആത്മാവ് ചുറ്റിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിതൊന്നും കാണില്ല. ഇതെന്നുള്ള ബന്ധനമൊക്കെ നമ്മൾ വിട്ടുമാറി നമ്മളെ ചിലത് ദൈവമായിരിക്കും. അടുത്ത ദിവസങ്ങൾ കർത്താവിൻ്റെ ദാസൻ പോകുമ്പോൾ പ്രവചനദൂതി ഞാൻ വിളിച്ചു പറയുക, ഇത്തവണ പോകുന്നത് ദാസൻ്റെ ഇഷ്ടത്തിലല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. പ്ലാൻ ചെയ്താൽ പോവാറ്. ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, ഇന്ന സ്ഥലത്തേക്ക് അവിടെ പോകുന്നു, ഇന്ന പല കാര്യങ്ങൾ പോകാറുണ്ട്. ഇനി ദൈവം അയക്കാൻ പോകുന്നത് അങ്ങനെയല്ല. പ്ലാനിങ്ങും പ്രോഗ്രാമും ഒന്നും ഉണ്ടാവില്ല. ചിലയിടത്തേക്ക് കെട്ടി വലിച്ചു കൊണ്ടുപോകും വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യിക്കാൻ വേണ്ടി. ആത്മാവിലൊന്ന് സഹോദരനോടൊന്ന് പറഞ്ഞേ, ആത്മാവിലൊന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ദാസന് ദൈവം ഉപയോഗിക്കാൻ പോവുക. ആത്മാവിൻ്റെ ഒരു ബന്ധനത്താൽ ബൈൻഡ് ചെയ്ത് മറ്റു കാര്യങ്ങളൊക്കെ സർക്കംസ്റ്റൻസിനെ എല്ലാം ഒഴിവാക്കിയിട്ട് അതിൻ്റെ സ്വാധീനങ്ങൾ മുഴുവൻ മാറ്റിയിട്ട് ആത്മാവിൻ്റെ ഒരു ബന്ധനത്താൽ, ആത്മാവിൻ്റെ ഒരു വൈൻഡിങ്, ആത്മാവ് ഒന്ന് ചുറ്റപ്പെട്ട ആത്മാവിനാൽ ആ ആത്മാവിൻ്റെ നിയന്ത്രണത്താൽ ചില ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം ശക്തമായി ഉപയോഗിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇനി 21-ാമത്തെ അധ്യായം വന്നേ, അപ്പോസ്തല പ്രവൃത്തി 21:4 വായിച്ചേ. 7 നാൾ അവിടെ പാർത്തു. അവർ പൗലോസിനോട് യെരുശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. മതി. ഈ പ്രവചനം മാത്രമല്ല, പറയുന്ന കാര്യങ്ങൾ ആത്മാവിനാൽ പറയാൻ പറ്റും. ഒരാളൊരു വിഷയം പറയുമ്പോൾ അവരോടൊരു ആശ്വാസം പറയുന്നത് ആത്മാവിനാൽ പറഞ്ഞാൽ അവരാശ്വാസം പ്രാപിക്കും. ഇല്ലെങ്കിൽ ആശ്വാസം പ്രാപിക്കില്ല, അവർ വീണ്ടും കഷ്ടത്തിലാവും. ഞങ്ങളുടെ നാട്ടിൽ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, ഒരു 80-85 വയസ്സുള്ള ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഗോസ്പൽ മിനിസ്ട്രിയുടെ ട്രഷററായിരുന്നു. അപ്പോൾ സെക്രട്ടറി ഒരു കാര്യം ചെയ്തു വെച്ചു, ഒരു ഒപ്പിച്ചു. അവർ ഓഫീസിനൊരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഇദ്ദേഹം ഓഫീസിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെക്കുകൾ ഒപ്പിട്ട് വയ്ക്കും, എത്തിയില്ലെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് ഓർത്തു. സെക്രട്ടറി ചെക്കിൽ വലിയൊരു എമൗണ്ടൊക്കെ എഴുതിയിട്ട് സെക്യൂരിറ്റി ആയിട്ട് ഇവർക്ക് ചെക്ക് കൊടുത്തു. ഈ ഓഫീസിൻ്റെ ഓണർക്ക് ചെക്ക് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പ്രശ്നമുണ്ടാക്കി, ഈ വലിയ എമൗണ്ട് ബാങ്കിൽ കൊണ്ട് കൊടുത്തു. അത്രയും എമൗണ്ടൊന്നും അവിടെ അക്കൗണ്ടിലില്ല. അവർ കാശ് കിട്ടാൻ അടിച്ചു മാറ്റാൻ പറ്റുന്ന ടീമുകളായിരുന്നു, തട്ടിപ്പായിരുന്നു. ഇയാൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് ഒരു അറിവുമില്ല. ട്രഷറാ, ഇയാൾക്ക് ഇത്രയും 80-ന് മുകളിൽ വയസ്സുണ്ട്, 80-85 വയസ്സുമുണ്ട്. ഇദ്ദേഹം ടെൻഷൻ അടിച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. കാരണം കോടതി കേസായിട്ട് മാറുക. ചെക്ക് തിരിച്ചു വന്നു, അവർ കേസ് കൊടുത്തു, ഫണ്ട് ചെക്ക് വന്നു പറഞ്ഞു. സംഭവങ്ങളൊന്നും അറിയണില്ല. എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇരുന്ന് ചെക്ക് എടുത്തു കൊടുത്തത് സെക്രട്ടറിയാണ്, സംഘടനയുടെ സെക്രട്ടറി എടുത്തു കൊടുത്തത്. സംഘടനയിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുക, വേറെ ഒരു കുഴപ്പം ചെയ്യാത്ത മനുഷ്യനാണ്. ഇദ്ദേഹം അങ്ങ് കരഞ്ഞ് വിഷമിച്ച് ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഇവരറിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ പോയി. എനിക്കൊരു ആത്മാവിൻ്റെ ഒരു ദൈവം കിട്ടി. ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഇദ്ദേഹം അങ്ങ് ഇനി എൻ്റെ ഈ വയസ്സാം കാലത്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എണ്ണിപ്പറക്കി നിങ്ങൾക്ക് അറിയാം. എനിക്കങ്ങ് സങ്കടം വന്നോടെ, എങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുന്നത്. ആത്മാവിനാൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ട് പ്രവചനം പറയുന്ന പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതിന് സംഭവിക്കാൻ പോകുന്ന അനന്തര കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്, മറ്റൊരു ദോഷം സംഭവിക്കാൻ പോകുന്നില്ല, ഇന്ന പ്രകാരം അതെല്ലാം തീരാൻ പോകുമെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് പ്രവചനം പറയുന്ന പോലെ കാര്യം പറഞ്ഞു.
പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ ആശ്വാസം വന്നു. എന്നെങ്കിൽ വന്ന് കെട്ടിപ്പിടിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ, എൻ്റെ മനസ്സിൽ ഒരു ഭാരം ഒഴിഞ്ഞു പോയി. ഈ വാക്ക് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊന്നും ആശ്വസിപ്പിക്കാൻ എൻ്റെ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഈ സംഘടനയിലുള്ളവരോ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒറ്റപ്പെടുത്തി അനുഭവിച്ചു എന്ന് പറയുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അങ്ങ് സ്വസ്ഥതയോടെ ആശ്വാസമായി. പിന്നെ എന്നെ എന്ന് കാണുമ്പോൾ ഓടി വന്ന് മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് കേൾക്കണം, മോനെ ഒന്ന് പറഞ്ഞെന്ന് പറയാം, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എനിക്കൊരു ആശ്വാസം കിട്ടുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടൊന്നുമല്ല. നമ്മൾ പറയുമ്പോൾ ആത്മാവിനാൽ പറയാൻ കഴിയും. ആത്മാവിനാൽ പറയുമ്പോൾ അവർക്ക് ആശ്വാസം ലഭിക്കും. ദൈവമക്കളെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതാ. ഈ ഉണർത്തുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിക്കോ. കർത്താവെ, എൻ്റെ അപകർഷതാബോധം മാറും, എന്നെ ചില ദൗത്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കും. ആത്മാവിനാൽ ഞാൻ പ്രവചിക്കും, ആത്മാവിനാൽ ഞാൻ ചില സ്ഥലങ്ങളിലേക്ക് പോകും, ആത്മാവിനാൽ ഞാൻ സംസാരിച്ചു തുടങ്ങും. ഇനി 1 കൊരിന്ത്യർ 2:10 വായിച്ചേ. 1 കൊരിന്ത്യർ 2:10. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. മതി, അത്രയും മതി. കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുന്നു, ആത്മാവിനാൽ വെളിപ്പെടുത്തി കിട്ടും. വെളിപ്പെടുത്തി കിട്ടുക എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് എന്താണെന്ന് റിവീൽ ചെയ്ത് തരികയാണ്. ഇനി അത് മാത്രമല്ല, വെളിപ്പെടുത്തി തരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗമാണ് വചനത്തിൻ്റെ വെളിപ്പാടെന്ന് പറയുന്നതാണ്. വചനം വെറുതെ വായിക്കുമ്പോൾ അർത്ഥം കിട്ടുന്നത് എന്താണെന്ന് തോന്നുന്ന പോലെയല്ല. വചനം ഇത്രേ ഉള്ളൂ, 66 പുസ്തകമുള്ളൂ. പ്രസംഗിക്കുന്ന വിഷയം ഒന്നും തന്നെയാണ്. ഇതൊക്കെ വായിച്ചിട്ടുള്ള സെരുബാബേലിനൊക്കെ ആരും വായിക്കാത്തതാണ്. എൻ്റെ കർത്താവേ, മഹാപർവ്വതവും സെരുബാബേലും കേൾക്കാത്ത നമ്മളുണ്ടോ? എത്ര പ്രാവശ്യം കേട്ടതാണ്. പക്ഷേ ഇത്തവണ വായിക്കുമ്പോൾ കർത്താവ് എന്നോട് വേറൊരു തരത്തിൽ സംസാരിക്കുക, അതിൽ വേറെ ചില വെളിപ്പാടുകൾ തരിക. മഹാപർവ്വതത്തെ മാറ്റുന്നത് മാത്രമല്ല ആത്മാവ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞ് ആത്മാവിനാലുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുക. എന്നിട്ട് പറയാണ്, ഇത് ദൈവജനത്തോട് പറയുക, ദൂത് പറയുക. എന്നിട്ട് എന്തിനാണ് പറയുന്നത്? ഉണർത്തി ഇവരിലെ ഈ ആത്മാവിൻ്റെ ചലനങ്ങൾ നടത്തണം, ദൈവസഭയിൽ നടക്കണം, കുടുംബങ്ങളിൽ നടക്കണം, വീടുകളിൽ നടക്കണം. ഇത് വെളിപ്പെടുത്തി തരുന്നത് എങ്ങനെയാണ്? ആത്മാവിനാൽ നടക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പഴയ പ്രസംഗക്കുറിപ്പൊന്നും എടുക്കേണ്ടി വരുന്നില്ല. കർത്താവിന് സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തന്നാൽ എനിക്ക് പ്രസംഗിക്കാൻ ധൈര്യമാണ്, പ്രാഗൽഭ്യമാണ്. അത് അംഗീകരിച്ചാലും എനിക്ക് നല്ല ബോധ്യമാണ്, എനിക്കൊരു വിഷമം വരാറില്ല. കാരണം എന്താ? പ്രസംഗം ഏറ്റില്ലെന്നൊന്നും ഓർക്കേണ്ട വിഷയമില്ല. തീർച്ചയായിട്ടും എനിക്കറിയാം, ആത്മാവിനാൽ വെളിപ്പെടുത്തിയതാണ്. ആവശ്യമുള്ളവരെ, ദൈവം ഉണർത്തിയവരെ അത് ഏറ്റെടുത്തോളും, സ്വീകരിച്ചോളും. ദൈവമക്കളെ, അപ്പോൾ വെളിപ്പെടുത്തുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന്, നമ്മുടെ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തി തരും. പ്രശ്നങ്ങൾ ഞാനിവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാഡിയും മമ്മിയും വിശ്വാസത്തിൽ വന്നപ്പോൾ വേറെ ആരും വിശ്വാസത്തില്ല. വർഷങ്ങൾക്ക് മുമ്പാണ്, 54 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ വിശ്വാസത്തിൽ വന്നത്. അന്നത്തെ നമ്മുടെ സാഹചര്യം, ഞങ്ങളുടെ നാട്ടിലൊന്നും പെന്തക്കോസുകാരെന്ന് പറഞ്ഞാൽ എണ്ണത്തിന് പേരിന് പോലും പറയില്ലാത്ത സ്ഥലമാണ് ഈ വടക്കൻ മേഖലകളൊക്കെ. ഇപ്പോഴും നമ്മൾ വളരെ കുറവാണ് അവിടെ. ദൈവസഭകളിലൊക്കെ എണ്ണം വളരെ കുറവാണ്. ഒരു 200 പേരുള്ള സഭകളൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കഥകൾ. തെക്കോട്ടൊക്കെ ആയിരങ്ങളുള്ള സഭകൾ ധാരാളം ഉള്ളപ്പോൾ അങ്ങോട്ട് വടക്കോട്ട് പോകുന്നതോറും ശുഷ്കമാണ് സഭയിലെ മെമ്പേഴ്സ്. അപ്പോൾ ആളുകൾക്ക് ഒരു പരിഹാസം പുച്ഛമൊക്കെയാണ്. അപ്പോൾ മമ്മിയുടെ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷയമായിരുന്നു ഒരു വിശ്വാസത്തിൽ വന്നത്. അതുകൊണ്ട് മമ്മിയുടെ അപ്പനൊക്കെ ആണെങ്കിൽ അന്നത്തെ നാട്ടുപ്രമാണി പോലെ നടക്കുന്ന മനുഷ്യനാണ്. അത് അവർക്കൊരു അപമാനമായിട്ട് വന്നുകൊണ്ട് എങ്ങനെ ഇനി ഇവർ ചത്തുപോയാൽ മതി എന്നായിരുന്നു ചിന്ത. അപ്പോൾ മന്ത്രവാദമായാലും ശരി, ശുദ്രപ്രയോഗമായാലും എന്തെങ്കിലും ചെയ്ത് ഇതിനൊരു പരിഹാരം വരുത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരണം, പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഡാഡി നാട്ടിലേക്ക് വരുന്നു. ഞങ്ങളന്ന് ഇടുക്കിയിലായിരുന്നു. അപ്പോൾ മമ്മി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മമ്മിക്കൊരു വെളിപ്പാട് കിട്ടി, വെളിപ്പെടുത്തി കൊടുത്തു. മമ്മി കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മി പറഞ്ഞു, വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അമ്മായിമ്മ, ഡാഡിയുടെ അമ്മായിമ്മ, അതായത് മമ്മിയുടെ മമ്മി, മമ്മിയുടെ ഡയറക്റ്റ് മമ്മിയല്ല, രണ്ടാനമ്മയായിരുന്നു, ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് പാല് തരും, കുടിക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ ആടി പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് എനിക്ക് ഇനി പാല് തരാൻ പോവുകയാണ് ഈ മനുഷ്യർ, സാധ്യതയില്ല, നീ എന്താ പറയണതെന്നൊക്കെ പറഞ്ഞു. പാല് തരും, കുടിക്കരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മമ്മി ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു സ്പെഷ്യലായിട്ടൊരു ഇറച്ചിക്കറി കൊണ്ടു തരും, അത് കഴിക്കരുതെന്ന് പറഞ്ഞു. ചോറുണ്ണ നേരത്ത് സ്പെഷ്യലായിട്ട് ഒരു പാത്രത്തിൽ ഇറച്ചിക്കറി കൊണ്ടു തരും, കഴിക്കരുതെന്ന് പറഞ്ഞു. ഡാഡിക്കൊന്നും മനസ്സിലായില്ല. ഡാഡി ഇവിടെ വന്നു, വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് പാല് കൊണ്ടു തന്നു, ചായക്ക് വരെ പാല കൊണ്ടു തന്നു. ഡാഡി അത് കൈകൊണ്ട് മേടിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മമ്മി പറഞ്ഞ കാര്യം ഓർമ്മ വന്നപ്പോൾ മമ്മിയുടെ അനിയത്തിയുടെ മോൻ അവിടെ ഉണ്ടായിരുന്നു. എന്തിനാ എനിക്ക് പാല്, പിള്ളേർക്കല്ലേ പാല് കൊടുക്കണ്ടേ, ഇത് ഇവന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഡാഡി എന്ത് ചെയ്തു, അവൻ്റെ അതിലേക്ക് കൊടുത്തു. ഉടനെ അമ്മായിമ്മ പറഞ്ഞു, അവന് പാലൊന്നും വേണ്ട, അത് കാട്ടിയേ എന്ന് പറഞ്ഞാൽ പാല് തട്ടി പറിച്ചു കൊണ്ടുപോയി.
അപ്പോൾ കാര്യം മനസ്സിലായി, പ്രശ്നം രക്ഷപ്പെട്ടു. ഊണ് കഴിക്കാതിരിക്കുക. അപ്പം മമ്മിയുടെ അനിയത്തിയും കുടുംബം അവിടെ ഉണ്ട്. ഡാഡി ചെന്നു അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ പ്ലേറ്റിൽ ഇറച്ചി കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഓർമ്മ വന്നപ്പോൾ മറ്റേ ഇറച്ചിയുടെ കാര്യം ഡാഡിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഡാഡി പെട്ടെന്ന് ഇറച്ചിക്കറിയുടെ പാത്രം എടുത്ത് അനിയൻ്റെ അടുത്തേക്ക് വെച്ചു. ഇത് നീ കഴിച്ചതിൽ കുറച്ച് കൂടുതലുണ്ട്, അതും കിട്ടി തന്നോ, എനിക്ക് ഇത്രയും വേണ്ടാന്ന് പറഞ്ഞേ അങ്ങോട്ട് വെച്ചു. ഉടനെ അമ്മായി പറഞ്ഞു, നീ എന്ത് വർത്താനം പറയണേ, അവന് ഞാൻ കൊടുത്തിട്ടുണ്ട്, നീ ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്ലേറ്റ് തിരിച്ച് ഇങ്ങോട്ട് വലിച്ചു വയ്ക്കുക. ഡാഡി പറഞ്ഞു, ഞാൻ ഇന്ന് ഇറച്ചി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ സംഭവം കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ നമുക്കറിയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സന്ദർശനം വന്ന സമയത്ത് മമ്മിയുടെ അപ്പനെ അസ്വസ്ഥത വന്ന് പ്രയാസങ്ങൾ വന്നിട്ട് ഒരു ദിവസം മരിക്കണം എന്നൊക്കെ ചിന്തിച്ച് കറണ്ടിൽ ഇലക്ട്രിസിറ്റിയിൽ വിരൽ കൊണ്ടുവച്ച് ചാവാനൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു, നീ നിൻ്റെ മകളുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ ശബ്ദം കേട്ടു. രാത്രി ഒരു 2 മണിയായപ്പോൾ അവിടെ വീട്ടിൽ കാര്യസ്ഥനൊക്കെ ഉണ്ടായിരുന്നു. കാര്യസ്ഥനെയും വിളിച്ച് കാറും വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ബെല്ലടിച്ചു. ഇത് പറഞ്ഞ് എനിക്കൊരു സ്വസ്ഥതയില്ല, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കയറി. അങ്ങനെ വന്ന് കയറി ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഇതെല്ലാം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെടുകയാണ്. അപ്പോഴാണ് നമുക്ക് ഈ കഥയുടെ പൂർണ്ണരൂപം കിട്ടിയത്. കാര്യം മനസ്സിലായോ? ദൈവമക്കളെ, നമുക്ക് വരാൻ പോകുന്ന വിപത്തുകൾ, ആപത്തുകളല്ല, സകലവിധ പ്രശ്നങ്ങളും നമുക്ക് വരാൻ പോകുന്ന ആപത്തുകളും കൂടെ വെളിപ്പെടുത്തി തരാൻ ആത്മാവിന് കഴിയും. ഇത് പണ്ട് നടന്ന സംഭവമായിട്ട് പറഞ്ഞ് വിട്ടുകളയാൻ പറ്റില്ല, ഇന്നും നടക്കും. അന്ന് സ്നാനപ്പെട്ട ഉടനെയൊക്കെ സമയത്ത് അവർ ആത്മാവിൽ ഉണർന്നിരിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ഉണർന്നാൽ, ഞാൻ വാക്കിലോട് നിർത്തുക, ഇനിയുള്ളത് ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എണ്ണമറ്റ കാര്യങ്ങളാണ് ആത്മാവ് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എണ്ണമറ്റ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനാൽ നമുക്കൊരു മാറ്റം തരാൻ പോവുകയാണ്. ഒന്ന് ഉണർന്നേ, ആത്മാവിനാൽ ഒന്ന് ബലപ്പെട്ട് ഉണർന്നേ. എല്ലാ പ്രതികൂലങ്ങളെ മാറ്റുന്ന, എല്ലാ പ്രതിബന്ധങ്ങളെ മാറ്റുന്ന ദൈവശക്തിയുടെ ഒരു വെളിപ്പാട് ലഭിക്കട്ടെ. ആത്മാവിൽ ചിലത് പറയാൻ കഴിയട്ടെ. നമ്മുടെ വാക്കുകളൊന്ന് മാറട്ടെ, ആത്മാവിൽ പറയട്ടെ, ആത്മാവിൽ പ്രവചിക്കട്ടെ. ഓ ഹല്ലേലൂയ! നമ്മുടെ ഭീരുത്വം മാറട്ടെ, നമ്മുടെ അപകർഷതാബോധം മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.